30% വേൾഡ് വൈഡ് ടാക്സ് പെനാൽറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടി UK പാർലമെന്റ് പെറ്റീഷനിൽ സൈൻ ചെയ്യുക. 1,00,000-ലധികം ടാക്സ് പേയേഴ്സ് UK-യിൽ നിന്ന് സൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് പാർലമെന്റിന് ഡിബേറ്റിന് എടുക്കുകയും നിങ്ങൾ അറിയാതെ കൊടുക്കുന്ന ഈ ടാക്സ് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പലർക്കും അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പെനാൽറ്റി കൊടുക്കുന്നത്. ടാക്സ് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഈ വേൾഡ് വൈഡ് ടാക്സ് പെനാൽറ്റി നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. 6 മാസത്തിൽ കൂടുതൽ UK-യിൽ താമസിച്ചു കഴിഞ്ഞാൽ UK ടാക്സ് റെസിഡന്റ് ആകുകയും വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് 10 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ UK-യിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് അസറ്റിന്റെ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽപ്പെടും. 3,25,000 പൗണ്ടിൽ കൂടുതൽ നിങ്ങൾക്ക് വേൾഡ് വൈഡ് അസറ്റ് ഉണ്ടെങ്കിൽ 40% ഇൻഹെറിറ്റൻസ് ടാക്സ് UK-യിൽ കൊടുക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ പലർക്കും ഇത് അറിവില്ലാത്തതുകൊണ്ട് ഇത് ഡിക്ലെയർ ചെയ്യാതിരിക്കുകയും HMRC തനിയെ നോട്ടീസ് തരുമ്പോൾ മിനിമം പെനാൽറ്റി 30% വരുന്നു. ഇത് നോർമലി ടാക്സിന്റെയും ഇൻട്രസ്റ്റിന്റെയും പുറമെ ഈ പെനാൽറ്റിയും കൂടെ വരുമ്പോൾ സാധാരണ ടാക്സിന്റെ 2 ഇരട്ടിയോളം ഈ പെനാൽറ്റിയും ഇൻട്രസ്റ്റും കൂടെ കാണുന്നുണ്ട്. പലപ്പോഴും അറിവില്ലാത്തതുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് ഒരുപാട് പെനാൽറ്റി കൊടുക്കുന്ന സാഹചര്യം ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊരു പെറ്റീഷനിലൂടെ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ മിനിമം പെനാൽറ്റി ഒഴിവാക്കണമെന്ന്. എല്ലാവരും സൈൻ ചെയ്തു കഴിഞ്ഞാൽ 1,00,000 ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ UK-യിൽ താമസിക്കുന്നവർ സൈൻ ചെയ്തു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഡിബേറ്റ് എടുക്കുകയും 2 വർഷമെങ്കിലും ഗ്രേസ് പീരീഡ് തന്ന ഈ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വേൾഡ് വൈഡ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുവാനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 30% പെനാൽറ്റി ഒഴിവാക്കി കിട്ടുന്നതാണ്. പലർക്കും ഇത് അറിയുന്നില്ല. കാരണം ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നത് കൊണ്ട് UK-യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇന്ത്യയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പലരും ഇത് ഒഴിവാക്കിയാലും HMRC-യിൽ നിന്ന് നോട്ടീസ് വരുമ്പോൾ അവർ കഴിഞ്ഞ 20 വർഷം ബാക്കിലേക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയും കൂടെ വരുമ്പോൾ വലിയ തുകയായിട്ടാണ് ഇതിനെ കാണുന്നത്. കൃത്യമായ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വേൾഡ് വൈഡ് ഇൻകം, വേൾഡ് വൈഡ് അസറ്റ് ഡിസ്ക്ലോസിനെ പറ്റി വിശദമായി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് വന്ന കേസുകളിൽ പ്രധാനപ്പെട്ട നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എന്താണ് ഇതിന്റെ ടാക്സ് പ്ലാന് എന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ വരുമാനത്തിനാണ് UK-യിൽ വേൾഡ് വൈഡ് ടാക്സ് കൊടുക്കേണ്ടത്? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു 182 ഡേയ്സിൽ കൂടുതൽ UK-യിൽ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിലും വർക്ക് പെർമിറ്റിലുള്ളവരാണെങ്കിലും PR ഉള്ളവരാണെങ്കിലും ഇനി UK സിറ്റിസൺ ആണെങ്കിലും എല്ലാവർക്കും ഒരേ ടാക്സ് നിയമമാണ്. നിങ്ങളുടെ വേൾഡ് വൈഡ് ഇൻകത്തിന് UK-യിൽ ടാക്സ് കൊടുക്കണം. അത് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് NRE അക്കൗണ്ട് ആണേലും NRO ആണേലും മറ്റ് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ ലോക്കൽ ബാങ്കിലോ ഉള്ള ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നിങ്ങൾ UK-യിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. നാട്ടിൽ ഇൻട്രസ്റ്റ് അതിന് ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് പ്രകാരം UK-യിൽ ഡിക്ലെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് HMRC-യിൽ നിന്ന് നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 20 വർഷത്തെ വരെയും നിങ്ങൾ UK-യിൽ ടാക്സ് കൊടുക്കണം. ഇതോടൊപ്പം നിങ്ങൾ ടാക്സിനോടൊപ്പം ഇൻട്രസ്റ്റും പെനാൽറ്റിയും കൊടുക്കേണ്ടി വരും. കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഇന്ത്യയിലെ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് HMRC-ക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് കൊണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നാട്ടിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി വിറ്റിട്ട് നിങ്ങൾ ടാക്സ് നാട്ടിൽ കൊടുക്കുകയും ആ പ്രോപ്പർട്ടി വിറ്റതിന്റെ ഇൻഫർമേഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. നാട്ടിലെ പ്രോപ്പർട്ടി വിറ്റ് ആ പണം UK-യിലേക്ക് റീപാട്രിയേറ്റ് ചെയ്യുമ്പോഴും ഇനി റീപാട്രിയേറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യൻ ബാങ്കുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താലും ഇനി ഇന്ത്യൻ മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും UK ടാക്സ് റെസിഡന്റ് UK ക്യാപിറ്റൽ ഗെയിൻ ഡിക്ലെയർ ചെയ്ത് ടാക്സ് കൊടുക്കേണ്ടി വരും. നാട്ടിലെ പ്രോപ്പർട്ടി വിൽക്കുമ്പോഴും നാട്ടിൽ കൊടുത്ത ടാക്സിന് UK ടാക്സ് റെസിഡന്റിന് UK-യിൽ ഡിക്ലെയർ ചെയ്ത് അത് ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് പ്രകാരം നാട്ടിൽ കൊടുത്ത ടാക്സ് ഇവിടെ റിലീഫായിട്ട് ക്ലെയിം ചെയ്യുകയും എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ടാക്സ് ഉണ്ടെങ്കിൽ മാത്രം UK-യിൽ കൊടുത്താൽ മതി. ഇനി നിങ്ങൾ UK-യിൽ ഡിക്ലെയർ ചെയ്തില്ല എങ്കിൽ വരും കാലങ്ങളിൽ നോട്ടീസ് വരുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ കൊടുത്തു എന്നുള്ള എക്സ്ക്യൂസ് അല്ല, UK-യിൽ താമസിക്കുന്നവർ UK-യിൽ അത് ഡിക്ലെയർ ചെയ്ത് നാട്ടിൽ കൊടുത്ത ടാക്സ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും 30% മിനിമം പെനാൽറ്റി HMRC നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് എക്സ്ക്യൂസ് ഇല്ല. ഇതിനു പകരം നിങ്ങൾ വോളണ്ടറി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ ഈ 30% പെനാൽറ്റി ഒഴിവാക്കാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ UK പാർലമെന്റ് പെറ്റീഷൻ കൊടുക്കുന്നത്. ഇതിലൂടെ 2 വർഷമെങ്കിലും
നമ്മൾക്ക് ഡിസ്ക്ലോസ് ചെയ്യുവാനുള്ള അവസരം തരികയും പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇതുവഴി UK-യിൽ താമസിക്കുന്നവരും, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും, നിങ്ങൾ വർക്ക് പെർമിറ്റിലുള്ളവരാണെങ്കിലും, PR ഉള്ളവരാണെങ്കിലും, ഇനി ഇവിടുത്തെ സിറ്റിസൺ ആണെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇതിലൂടെ ഒരു പാർലമെന്റ് ഡിബേറ്റിലൂടെ 2 വർഷമെങ്കിലും വേൾഡ് വൈഡ് ഇൻകം, നാട്ടിലെ വരുമാനത്തിന്റെ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമ്മൾക്ക് ആവശ്യപ്പെടാം. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, സൈൻ ചെയ്യുക. UK ടാക്സ് റെസിഡന്റ് നാട്ടിൽ ഷെയർ ട്രേഡിംഗ്, മ്യൂച്വൽ ഫണ്ട്, ചിട്ടി, മറ്റേതെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നാട്ടിൽ നടത്തുകയും നിങ്ങൾ UK-യിൽ 182 ഡേയ്സിൽ കൂടുതൽ താമസിക്കുകയും ഇങ്ങനെയുള്ള വരുമാനവും UK-യിൽ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് UK-യിൽ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഷെയർ ട്രേഡിങ്ങിലൂടെ നിങ്ങളുടെ വരുമാനം നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം, നാട്ടിൽ ടാക്സ് കൊടുത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാത്തത്. ഇത് HMRCക്ക് ഒരു എക്സ്ക്യൂസ് അല്ല. നിങ്ങൾ നാട്ടിൽ ടാക്സ് കൊടുത്താലും UK ടാക്സ് റെസിഡന്റ് വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കുകയും ഇത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണം. നാട്ടിലെ ടാക്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റിലൂടെ നിങ്ങൾക്ക് അത് റിലീഫ് ക്ലെയിം ചെയ്ത് ബാലൻസ് ഓഫ് ടാക്സ് ഇവിടെ കൊടുത്താൽ മതി. പലരും ഇത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നാട്ടിലെ ടാക്സ് ഞാൻ നാട്ടിൽ കൊടുത്തു, UK-യിലെ ടാക്സ് ഞാൻ UK-യിൽ കൊടുത്തു, അതുകൊണ്ട് എനിക്ക് ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ UK-യിൽ താമസിക്കുന്നത് കൊണ്ട് UK-യിലെ ടാക്സ് നിയമപ്രകാരം നിങ്ങൾ വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇതുമൂലം നാട്ടിൽ കൊടുത്താലും നിങ്ങൾ UK-യിൽ ഡിക്ലെയർ ചെയ്ത് ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് LIC മച്യൂരിറ്റി എമൗണ്ട്, പെൻഷൻ എമൗണ്ട്. നിങ്ങൾ UK-യിൽ താമസിക്കുന്നവർ നാട്ടിലെ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് LIC മച്യൂരിറ്റി എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനും UK-യിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ 30% പെനാൽറ്റി വരുന്നുണ്ട്. ഈ പെനാൽറ്റി അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഏക മാർഗം UK പാർലമെന്റ് പെറ്റീഷൻ കൊടുക്കുക. പാർലമെന്റിൽ ഡിബേറ്റിലൂടെ ഈ പെനാൽറ്റി 2 വർഷമെങ്കിലും ഒഴിവാക്കി തരണമെന്ന് നമ്മൾ ഒരു പെറ്റീഷനിലൂടെ ആവശ്യപ്പെടുക. നിങ്ങൾ എല്ലാവരും ഇത് സൈൻ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇവിടെ താമസിക്കുന്നവർക്ക് വേൾഡ് വൈഡ് ഇൻകത്തിൽ നിന്ന് 2 വർഷമെങ്കിലും പെനാൽറ്റിയിൽ നിന്ന് ഇതുവഴി ഒഴിവാക്കാൻ നമ്മൾക്ക് ഒരുമിച്ച് ശ്രമിക്കാം. UK ടാക്സ് റെസിഡന്റ് വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് തന്ന സ്വത്തിനും UK-യിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഉദാഹരണമായിട്ട് നിങ്ങൾ UK-യിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ പേരൻസ് തന്ന സ്ഥലം നിങ്ങളുടെ പേരിലാക്കുന്നു. അതിനുശേഷം നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിന്റെ ലാഭത്തിന് നിങ്ങൾ UK-യിൽ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഈ ടാക്സ് ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ഇതിനു പുറമെ നിങ്ങൾ UK-യിൽ ടാക്സും കൊടുക്കേണ്ടി വരുന്നു. ഇത് പലരും ചോദിക്കുന്നു, ഞങ്ങളുടെ പേരൻസിന്റെ സ്വത്തിന് എന്തിനാണ് ടാക്സ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ പേരിൽ സ്വത്ത് വരുമ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരിൽ നിന്ന് മറ്റൊരാൾക്ക് വിറ്റ് ആ പണം UK-യിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് കൊടുക്കണം. ഇനി പണം UK-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ സ്ഥലം വിറ്റ് ഇന്ത്യയിൽ തന്നെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കൊടുക്കണം. ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ പണത്തിന്റെ ഇൻട്രസ്റ്റിനും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഇന്ത്യൻ വരുമാനത്തിനും UK ടാക്സ് റെസിഡന്റ് ടാക്സിൽ ഡിക്ലെയർ ചെയ്യുകയും HMRCയിൽ അത് ഇൻഫോം ചെയ്ത് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ടാക്സ് ഇന്ത്യയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും UK-യും തമ്മിലുള്ള ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾക്ക് അത് റിലീഫ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പലരും ഇത് അറിയാതെ ഞങ്ങൾ ഇന്ത്യയിൽ കൊടുത്തു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരൻസിന്റെ സ്വത്തുക്കളാണെന്ന് വിചാരിച്ച് ഇതിന് ടാക്സ് ഇന്ത്യയിൽ കൊടുത്തതുകൊണ്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യാതിരിക്കുകയും HMRCയിൽ നിന്ന് നോട്ടീസ് വന്ന് 30% പെനാൽറ്റി കൊടുക്കേണ്ടി വരുന്നു. ഇത് വളരെയധികം കൂടിയ പെനാൽറ്റിയാണ്. ഏറ്റവും കുറഞ്ഞ പെനാൽറ്റി ഇതാണ്. 30% തൊട്ട് 150% വരെ പെനാൽറ്റി കൂടാം. നമ്മൾ മനഃപൂർവ്വം ഈ കുറ്റം മറച്ചു വെക്കുകയും മനഃപൂർവ്വമാണ് നമ്മൾ കൊടുക്കാതിരിക്കുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 150% വരെയും ടാക്സിന്റെ 150% പെനാൽറ്റിയും ഇത് കൂടാതെ ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാം. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് UK പാർലമെന്റ് പെറ്റീഷൻ ചെയ്യുക. 2 വർഷമെങ്കിലും ഈ വേൾഡ് വൈഡ് ടാക്സ് പെനാൽറ്റിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നത് വഴി നമ്മൾക്ക് 2 വർഷത്തിൽ ടാക്സ് പ്ലാൻ ചെയ്യുവാനും ഡിക്ലെയർ ചെയ്യുവാനുമുള്ള അവസരം കിട്ടുകയും അങ്ങനെ പെനാൽറ്റി ഒഴിവാക്കിക്കൊണ്ട് ടാക്സ് ഡിക്ലെയർ ചെയ്യുവാൻ നമുക്ക് 2 വർഷം കിട്ടുകയും അതുകൂടാതെ ടാക്സ് പ്ലാനിങ്ങിലൂടെ ടാക്സ് മിറ്റിഗേറ്റ് ചെയ്യുവാനുമുള്ള അവസരം കിട്ടുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. സാധാരണ പ്രോപ്പർട്ടികൾക്ക് UK-യിൽ ഇപ്പോൾ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ പെടും. UK-യിലെ ആവറേജ് ഹൗസ് പ്രൈസ് 2,68,000 പൗണ്ട് ആണെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ ത്രെഷ്ഹോൾഡ് 3,25,000 പൗണ്ട് ആണ്. ഇത് 2009 ഫിക്സ് ചെയ്തതാണ്. 2030 വരെയും ഇത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതായത് 20 വർഷത്തേക്ക് ഇത് ഫ്രീസ് ചെയ്തതുകൊണ്ട് UK ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് ത്രെഷ്ഹോൾഡ് മിനിമം വേണ്ടത് 5,20,000 മുകളിലാണ്. പക്ഷെ ഇപ്പോഴും അത് 3,25,000 ആയതുകൊണ്ട്
സാധാരണ എല്ലാവരെയും UK ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽപ്പെടും. 40% ടാക്സ് 3,25,000 മുകളിൽ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ ഇന്ത്യയിലെ സ്വത്തുക്കളും ഉൾപ്പെടുന്നതാണ്. നിങ്ങളുടെ ഇന്ത്യയിലെ ബാങ്ക് ബാലൻസും ഇന്ത്യയിലെ പ്രോപ്പർട്ടിയും ഇന്ത്യയിൽ നിന്ന് പേരൻസ് തരുന്ന സ്വത്തുക്കളും ഈ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ വരികയും അങ്ങനെ 40% ടാക്സ് നിങ്ങളുടെ ടോട്ടൽ സ്വത്തുക്കളിൽ നിന്ന് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ മരണശേഷം മക്കൾക്ക് കൈമാറുമ്പോൾ 3,25,000 മുകളിൽ 40% ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ സ്വത്തുക്കൾ കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ UK എല്ലാ സ്വത്തുക്കളും, ഇതുകൂടാതെ തന്നെ നിങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടി, നിങ്ങളുടെ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി, UK മറ്റ് അസറ്റുകൾ, നാട്ടിൽ നിങ്ങളുടെ സ്വത്തുക്കൾ, നിങ്ങളുടെ പേരൻസ് തന്ന സ്വത്തുക്കൾ എല്ലാം ഇതിൽ കണക്കാക്കുകയും അങ്ങനെ സാധാരണക്കാർ വരെയും ഈ 40% ടാക്സ് സ്ലാബിൽ വരുന്നു. കാരണം ഇപ്പോഴും അതിന്റെ ത്രെഷ്ഹോൾഡ് 3,25,000 പൗണ്ടാണ്. ഇത് 2009 ഫിക്സ് ചെയ്തതാണ്. ഇൻഫ്ലേഷൻ പ്രകാരം ഇത് 5,25,000 മുകളിലെങ്കിലും വരേണ്ടതാണ്. ഇപ്പോഴും ഈ 2009 ഫിക്സ് ചെയ്ത 3,25,000 ആയതുകൊണ്ട് ഇത് സാധാരണക്കാരെയും 40% ടാക്സ് സ്ലാബ് വരും. തീർച്ചയായിട്ടും അത് നിങ്ങൾ ടാക്സ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഈ ടാക്സ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, 2 വർഷമെങ്കിലും ഒഴിവാക്കണമെന്ന് നിങ്ങൾ ഈ അപ്പീലിൽ പങ്കുചേരുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് വഴി UK പാർലമെന്റിൽ 1,00,000 പേര് സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഡിബേറ്റിനെടുക്കുകയും വലിയ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ അപ്പീലിൽ പങ്കെടുക്കുക. 2-3 കേസ് സ്റ്റഡിയിലൂടെ എങ്ങനെയാണ് വേൾഡ് വൈഡ് ഇൻകത്തിന് സാധാരണക്കാരായിട്ടുള്ള UK ബേസിക് ടാക്സ് പെയർ വലിയ പെനാൽറ്റി കൊടുക്കേണ്ടി വന്നത്. ഒരു ഉദാഹരണം പറയാം. 2005 ഇവിടെ വരികയും ബേസിക് ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു ടാക്സ് പെയർ എല്ലാ വർഷവും കുറഞ്ഞത് 5 ലക്ഷം തൊട്ട് മുകളിൽ നാട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും കോപ്പറേറ്റീവ് ബാങ്ക് തൊട്ട് മറ്റ് ബാങ്കുകളിലെല്ലാം 10%, 15% പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം 2023 HMRC നോട്ടീസ് കിട്ടുകയും നാട്ടിലെ ഇൻട്രസ്റ്റ് വരുമാനത്തിന് UK ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ 18,000 പൗണ്ടാണ് പെനാൽറ്റി അടയ്ക്കേണ്ടി വന്നത്. അതായത് 30% പെനാൽറ്റി എന്ന് പറയുന്നത് 18,000 പൗണ്ടാണ്. ഇതിനു പുറമെ ഇൻട്രസ്റ്റും ടാക്സും അടയ്ക്കേണ്ടി വന്നു. നമ്മൾക്ക് തന്നെ വളരെയധികം സങ്കടം തോന്നും. കാരണം ഇത്രമാത്രം പെനാൽറ്റി കൊടുക്കേണ്ടി വന്നത് കൃത്യമായ നാട്ടിലെ ബാങ്കിന്റെ ഇൻഫർമേഷൻ എല്ലാം HMRCക്ക് കിട്ടുകയും അതിൽ നിന്ന് ആ ഇൻഫർമേഷൻ പ്രകാരം കഴിഞ്ഞ 15 വർഷത്തെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ടാക്സിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. ഇത് എല്ലാവരും ഒരുമിച്ച് അപ്പീൽ ചെയ്യുകയും സൈൻ ചെയ്യുകയും പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്തു കഴിഞ്ഞാൽ 2 വർഷമെങ്കിലും ഈ പെനാൽറ്റിയിൽ നിന്ന് 30% പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവസരം കിട്ടുകയും അങ്ങനെ 2 വർഷത്തിനുള്ളിൽ തന്നെ കൃത്യമായി ഡിക്ലെയർ ചെയ്ത് പെനാൽറ്റി അവോയ്ഡ് ചെയ്യാനുള്ള അവസരം തരണമെന്ന് 1,00,000 പേരിൽ കൂടുതൽ സൈൻ ചെയ്തു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യുകയും ഒരുപാട് പേരെ ഈ ടാക്സ് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. പലരും വിചാരിക്കും ഇത് എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് ഇൻകം കുറവാണ്, അല്ലെങ്കിൽ ഇത് ഹയർ ടാക്സ് പെയറെ ആണ് ഇത് ബാധിക്കുന്നത്, 40%, 45% ടാക്സ് കൊടുക്കുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. അങ്ങനെയല്ല. ബേസിക് റേറ്റ് ടാക്സ് പെയർ ആണെങ്കിലും അവർക്ക് നാട്ടിൽ സ്ഥലം കാണാം. ആ സ്ഥലം വിൽക്കുമ്പോൾ അവരത് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ അവർ നാട്ടിൽ റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മളുടെ ഈ കേസ് പോലെ തന്നെ വർഷങ്ങളായിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇവിടെ റിട്ടയർമെന്റ് ഏജ് നാട്ടിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ പോകാനിരിക്കുന്നവർക്കും ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം നാട്ടിലെ ഇൻട്രസ്റ്റിന് നാട്ടിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് പുറമെ UK കൊടുക്കേണ്ടി വരുന്നു. പലപ്പോഴും UK കൊടുക്കണമെന്ന് അറിയുന്നില്ല. ഈ കാരണത്താൽ HMRC നോട്ടീസ് വരുമ്പോഴാണ് അറിയുന്നത്. ഈ സാഹചര്യത്തിൽ മിനിമം നിങ്ങൾ 30% പെനാൽറ്റിയും കൂടെ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരുമിച്ച് പാർലമെന്റ് പെറ്റീഷൻ കൊടുക്കുകയും അത് സൈൻ ചെയ്യുന്നത് വഴി ഈ 2 വർഷമെങ്കിലും ഈ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ നമ്മൾക്ക് സൈൻ ചെയ്യാം. മറ്റൊരു കേസ് സ്റ്റഡിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഞങ്ങളുടെ ക്ലയന്റിനുണ്ടായ ഒരു അനുഭവമാണ്. നാട്ടിൽ പേരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രോപ്പർട്ടി വിൽക്കുകയും ആ പണത്തിന് നാട്ടിൽ ടാക്സ് കൊടുക്കുകയും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തതിന് ശേഷം ബാക്കി പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് പ്രകാരം പ്രോപ്പർട്ടി വിറ്റ പണത്തിന് നാട്ടിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തു. ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് പുറമെ ഇൻട്രസ്റ്റിന് നാട്ടിൽ ടാക്സ് കൊടുത്തു. ഈ ടാക്സ് പെയർ UK താമസിക്കുന്നതാണ്. അവർ വിചാരിച്ചത് ഇത് പേരൻസിന്റെ പ്രോപ്പർട്ടിയാണ്. അത് വിറ്റ പണത്തിന് ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തു. അതുകൂടാതെ തന്നെ ആ പണം ഇന്ത്യയിൽ നിന്ന് UK കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതിന്റെ ഇൻട്രസ്റ്റിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നു. ഈ കാരണത്താൽ UK ഡിക്ലെയർ ചെയ്തില്ല. പക്ഷേ HMRC നോട്ടീസ് അയച്ചു, നിങ്ങളുടെ വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കണം.
ഇന്ത്യയിലെ ബാങ്ക് ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ഹ്യൂജ് എമൗണ്ട് ആണ് പെനാൽറ്റി കൊടുക്കേണ്ടി വന്നത്. കാരണം 5 വർഷം തന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് വന്ന ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുള്ള ആ വരുമാനത്തിന്റെ 30% പെനാൽറ്റി കൊടുക്കേണ്ടി വന്നു. അതുകൂടാതെ ഇൻട്രസ്റ്റും ടാക്സും നാട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് ഇൻട്രസ്റ്റിന്റെയും പെനാൽറ്റിയും കൊടുത്ത് വലിയ ഒരു തുകയാണ് കൊടുക്കേണ്ടി വന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്തപ്പോൾ UK ടാക്സ് ലോ അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് വലിയ ടാക്സ് തുകയാണ് ഇതുവഴി കൊടുക്കേണ്ടി വന്നത്. കൃത്യമായ UK ടാക്സ് ലോ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചതുകൊണ്ട് ഇങ്ങനെ വലിയ പെനാൽറ്റിയും മറ്റും കൊടുക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് മലയാളികൾക്കാണ് ഇതിനോടകം HMRC നോട്ടീസ് കിട്ടുകയും വേൾഡ് വൈഡ് ഇൻകമായ നാട്ടിലെ ബാങ്ക് ഇൻട്രസ്റ്റിനും സ്ഥലം വിറ്റ പണത്തിനും UK ടാക്സ് കൊടുക്കേണ്ടി വന്നതും. പലരും ഇതിന്റെ അറിവില്ലായ്മ കൊണ്ട് ഇത് ഡിക്ലെയർ ചെയ്യാതിരിക്കുകയും 30% വരെയും പെനാൽറ്റി കൊടുത്ത് വൻ തുക കൊടുക്കേണ്ടി വന്നു. കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇത് കുറയ്ക്കുവാനും അവോയ്ഡ് ചെയ്യുവാനും സാധിക്കും. പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് വഴി ഇതിന്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെ മറ്റുള്ളവരുടെ സജഷൻ കൊണ്ടോ ഡിക്ലെയർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാലും 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ HMRC നോട്ടീസ് കിട്ടുകയും കഴിഞ്ഞ കാലങ്ങളിലെ ഒരുമിച്ച് നിങ്ങൾ പെനാൽറ്റി കൊടുക്കേണ്ടതായി വന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ ഇത് ബാധിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് UK താമസിക്കുന്ന എല്ലാ മലയാളികളെയും 182 ഡേയ്സിൽ കൂടുതൽ താമസിക്കുന്ന എല്ലാ മലയാളികളെയും ഇത് ബാധിക്കുന്നത് കൊണ്ട് അവർ സ്റ്റുഡന്റ് ആണെങ്കിലും വർക്ക് പെർമിറ്റിൽ വന്നവരാണെങ്കിലും PR കിട്ടിയവരാണെങ്കിലും സിറ്റിസൺഷിപ്പ് ഉള്ളവരാണെങ്കിലും എല്ലാവരെയും ഇത് ബാധിക്കുന്നത് കൊണ്ട് പാർലമെന്റിൽ ഒരു പെറ്റീഷനിലൂടെ നമ്മൾക്കിത് അപ്പീൽ ചെയ്യാം. നമ്മളെല്ലാവരും UK ടാക്സ് കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും UK ഗവൺമെന്റ് ഇത് കേൾക്കാതിരിക്കില്ല. കാരണം 1 ലക്ഷത്തിലധികം പേർ സൈൻ ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് 2 വർഷമെങ്കിലും ഈ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കി ടാക്സ് ഡിക്ലെയർ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടുമെന്ന് ആത്മവിശ്വാസമുണ്ട്. നിങ്ങളിത് ഷെയർ ചെയ്യുക, സൈൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ടാക്സ് സേവ് ചെയ്യാം, ടാക്സ് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാകാം. മോർ ടാക്സ് കംപ്ലൈന്റ് ആയിട്ട് UK ജീവിക്കാനും ടാക്സ് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാകാനും ഇത് മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വേൾഡ് വൈഡ് ഇൻകം UK ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ ചെറിയ വരുമാനത്തിന് വരെയും നാട്ടിൽ കൊടുത്താലും UK കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ പലരും അത് ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് ലേറ്റർ ഇയേഴ്സിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും കൃത്യമായ അവയർനെസ് കിട്ടുവാനും UK പാർലമെന്റിൽ ഒരു ഡിബേറ്റിലൂടെ നമ്മൾക്ക് 2 വർഷമെങ്കിലും ഗ്രേസ് പീരീഡിലൂടെ ഈ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാകാൻ ഒരുമിച്ച് നമ്മൾക്ക് സൈൻ ചെയ്യാം. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. UK 1 ലക്ഷത്തിലധികം മലയാളികൾ താമസിക്കുന്നുണ്ട്. എല്ലാവരെയും ബാധിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് UK പാർലമെന്റിൽ ഒരു ഡിബേറ്റിനായിട്ട് എടുക്കുക. മലയാളികൾ എല്ലാവരും UK ടാക്സ് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ടാക്സ് പെനാൽറ്റിയിൽ നിന്ന് 2 വർഷമെങ്കിലും മാറാനുള്ള അവകാശം നമ്മൾക്കുണ്ട്.